ഗൈസ്, അങ്ങനെ ദേ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. നൈറ്റാണ് പോണത്. അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ നൈറ്റ് ഒന്ന് നേർച്ചയിടാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും മ്യൂസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിലേക്ക് നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൂസിനെയും മ്യൂസിനെയും എല്ലാവരും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങളുടെ പ്രദക്ഷിണം മറ്റു കുരിശുപള്ളി വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുരിശുപള്ളിയിൽ കയറിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്കാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ അപ്പൂസ് ഇങ്ങനെ ഓരോരുത്തരുടെ ഇന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരായിട്ട് എടുക്കുന്നുണ്ട്. ആൾ വലിയ സീനൊന്നും ഇല്ല, കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. പോണ സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആൾക്ക് ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ഡാൻസ് സെറ്റും സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് എന്ന് പറയാം, നമ്മൾ വെറുതെ തുള്ളലുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർണ്ണമഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ വർണ്ണമഴ. ഇത് ഞാൻ ഫുൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ നമ്മുടെ അമിട്ടായിരുന്നു കേട്ടോ. അടിപൊളി സംഭവങ്ങളായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അപ്പൂസിതേ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിട്ടോ. കാരണം ആൾക്ക് വാശിയായി തുടങ്ങി. അപ്പോൾ വാശിയായി തുടങ്ങിയപ്പോഴേക്കും ഞാൻ എന്താ പറയുക, ഞാൻ തന്നെ എടുത്തു. ഞാൻ വേറെ ഒരാൾക്കും കൊടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ഞാൻ തന്നെ എടുത്ത് നിന്നു. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് കുലുക്കി ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് വന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു നോക്കി ഓർമ്മയില്ല കേട്ടോ. എന്തോ ഒരു സംഭവമാണ്, ഇതിൻ്റെ പേരെന്തോ ഉണ്ട്. അപ്പം ഓരോരുത്തർ വേറെ ഐറ്റംസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കുടിച്ചത് പാലിൻ്റെ എന്തോ ഒരു സംഭവമായിരുന്നു. ബാക്കിയുള്ളവർ ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ആന അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും എന്താ പറയുക, മ്യൂസിനെയും അപ്പൂസിനെയും 2 ബലൂൺ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ വേറെ സംഭവങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അപ്പൂസിനെ എടുത്തിട്ട് നേരെ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. അപ്പൂസ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛൻ്റെ അടുത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ അവനെ ആൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൺകുട്ടികളുടെ അടുത്തേക്കാണ് കൂടുതൽ അവൻ പോവാറ്. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാനും എല്ലാവരും ബാക്കിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ രണ്ടീശം ആൾക്കാരായിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോണത്. പിന്നെ റോഡ് സൈഡാണ്, അപ്പോൾ നമ്മൾ മര്യാദയ്ക്കൊക്കെ നടക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ ഫുഡ് അടിക്കൊക്കെ എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ.